നമസ്കാരം. ജ്യോതിഷത്തിന്റെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് പ്രശസ്ത ജ്യോതിഷാചാര്യനായ ശ്രീ സുഭാഷ് തന്ത്രികളാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സർ. സർ, ഇന്ന് സംസാരിക്കുന്നത് ഒരു വീട്ടിലൊരു മരണം നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ചെയ്യേണ്ട തുടർ കർമ്മങ്ങൾ എന്തൊക്കെയാണ്, മരണാനന്തര കർമ്മങ്ങൾ എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളൊന്ന് വിശദീകരിക്കാമോ? ഇപ്പോൾ ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക. ഇപ്പോൾ ഒരു വീട്ടിലൊരു വ്യക്തി, അച്ഛനോ അമ്മയോ വയസ്സായ ആരെങ്കിലും അല്ലെങ്കിൽ യുവാവോ ആര് മരിച്ചാലും ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഈ മരിച്ച ദിവസം, ആ മരിച്ച ദിവസം മുതലാണ് എണ്ണേണ്ടത്. അല്ലാതെ മരിച്ചു കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് ശവം എടുക്കുന്നത്. അതുകൊണ്ട് കർമ്മം ചെയ്ത ദിവസം എടുക്കുകയുള്ളൂ. അങ്ങനെ പല ദേശങ്ങളിലും പല ജില്ലകളിലൊക്കെ അങ്ങനെ ഒരു ആചാരങ്ങൾ നടക്കുന്നുണ്ട്. അതെല്ലാം തെറ്റാണ്. കാരണം എന്ന് വെച്ചാൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ സമയം മുതൽ ആൾ മരിച്ചു കഴിഞ്ഞു, അല്ലാതെ കർമ്മമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇപ്പോൾ ചിലർ പറയുന്നത്, ഇതിനൊക്കെ വരുന്ന കർമ്മികൾ പറയുന്നത്, വിദേശത്താണ് മരിക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഡെഡ് ബോഡി വരാനായിട്ട് 10-25 ദിവസമൊക്കെ താമസം വരും. അപ്പോൾ അതിന് ശേഷം അത് കൊണ്ടുവന്നതിന് ശേഷമാണ് കർമ്മം നടക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ 16 രാത്രി മാത്രമേ ആത്മാവ് എന്ന് പറയുന്ന സംഭവം, നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ആത്മാവ് എന്ന് പറയുന്ന നമ്മളുടെ ഈ ദേഹത്തിൻ്റെ 1/3 ഭാഗം, അതായത് ഈ ആത്മാവാണ് അടുത്ത ജന്മത്തിലേക്ക് പോകുന്നത്. ദേഹം തേടി പോവുക എന്ന് പറഞ്ഞ പോലെ മരിച്ചു കഴിഞ്ഞാൽ 16 രാത്രി മാത്രമേ ഈ ആത്മാവ് ഈ ലോകത്തിലുണ്ടാവുകയുള്ളൂ. അത് കഴിഞ്ഞാൽ അടുത്ത ദേഹം തേടി അത് പോയിട്ടുണ്ടാകും. ആ അടുത്ത മനുഷ്യജന്മം അല്ലെങ്കിൽ അടുത്ത അവതാരത്തിന് വേണ്ടിയിട്ട് അത് പോയിട്ടുണ്ടാവും. അതല്ലെങ്കിൽ മോക്ഷം കിട്ടുന്ന ഒരു ആത്മാവാണെങ്കിൽ ആ 16 രാത്രി കഴിഞ്ഞാൽ അത് വിഷ്ണുവാദം അല്ലെങ്കിൽ ശിവവാദം അല്ലെങ്കിൽ ദേവിവാദം തേടി അത് പോയിട്ടുണ്ടാവും. അതുകൊണ്ട് പിന്നീട് ഈ ആത്മാവായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, മരിക്കുന്ന ദിവസം മുതൽ, എപ്പോഴാണോ മരിക്കുന്നത് ആ ദിവസം മുതൽ തന്നെ അതിൻ്റെ ദിവസങ്ങൾ എണ്ണണം. പിന്നെ ഇതിനകത്ത് വേറൊരു സംഭവം വരുന്നത്, ഈ ജ്യോതിഷത്തിൽ സായന രീതി, നിരയന രീതി എന്നൊരു സമ്പ്രദായമുണ്ട്. അതായത് നമ്മുടെ രീതിയും ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ വെസ്റ്റേൺ രീതിയും തമ്മിലൊരു വ്യത്യാസം. നമ്മളുടെ രീതി എന്ന് പറയുന്നത് ഉദയം മുതൽ അടുത്ത ഉദയം വരെയാണ് നമ്മളുടെ ഭാരതീയ രീതി. അതായത് ഇന്ന് രാവിലെ 6:20 ഉദയമെങ്കിൽ അടുത്ത 6:20, അടുത്ത ദിവസത്തെ വെളുപ്പിന് 6:20 വരെയാണ് നമ്മളുടെ ഒരു ദിവസം. അതായത് തിങ്കളാഴ്ച എന്ന് പറയുന്നത്, ഇന്ന് തിങ്കളാഴ്ച 6:20 തിങ്കൾ തുടങ്ങിയാൽ നാളെ 6:20 വരെയാണ് തിങ്കളാഴ്ച കണക്ക് കൂട്ടുന്നത് നമ്മളുടെ രീതിയിൽ. ഇത് വെസ്റ്റേൺ രീതിയാണ്, രാത്രി 12 മണിയാകുമ്പോൾ അടുത്ത ദിവസം തുടങ്ങുന്നത്. അപ്പോൾ ഇതെല്ലാം കണക്ക് കൂട്ടണം. കാരണം ഒരാൾ മരിച്ചു, ഇപ്പോൾ തിങ്കളാഴ്ച രാത്രി 12 മണിക്ക് അല്ലെങ്കിൽ 1 മണിക്കാണ് മരിച്ചതെങ്കിൽ ചൊവ്വാഴ്ച വെളുപ്പായിട്ടാണ് കണക്ക് കൂട്ടുന്നതെങ്കിലും അതിൻ്റെ ദിവസം കണക്ക് കൂട്ടുമ്പോൾ തിങ്കളാഴ്ചയായിട്ട് തന്നെ കണക്ക് കൂട്ടണം. അങ്ങനെ ആചാര്യന്മാർക്ക് കുറേ തെറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ തെറ്റുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ മാറിപ്പോകുന്നത്. അപ്പോൾ നമ്മൾ കണക്ക് കൂട്ടുക, ഈ അടുത്ത ഉദയത്തിന് മുമ്പ് രാത്രിയാണ് മരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് തിങ്കളാഴ്ചയായിട്ട് തന്നെ കണക്ക് കൂട്ടാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ദിവസം കണക്ക് കൂട്ടി പോവുക. പിന്നെ ഒറ്റ സംഖ്യയിലാണ് ഇതിൻ്റെ കർമ്മങ്ങളെല്ലാം വരുന്നത്. സഞ്ചയനം വരുന്നത് 5-ൻ്റെ അന്ന് അല്ലെങ്കിൽ 7-ൻ്റെ അന്ന് 9-ൻ്റെ അന്ന്. ഇതിന് മുമ്പ് നമ്മളൊരു ശ്രോതാവിൻ്റെ ഒരു സംശയം പറഞ്ഞിരുന്നു, ഈ കുഴിച്ചിടുമ്പോൾ ഈ സഞ്ചയനം എങ്ങനെ നടത്തുമെന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പണ്ട് കാലങ്ങളിൽ ഈ സഞ്ചയന കർമ്മം നടക്കുമായിരുന്നു. പക്ഷേ അസ്ഥി വരണമെന്നൊരു നിർബന്ധമില്ല. 5 അല്ലെങ്കിൽ 7 അല്ലെങ്കിൽ 9, 10-ന് മുമ്പ് നടക്കുന്നൊരു കർമ്മമാണ് സഞ്ചയനം. അല്ലാതെ അസ്ഥി തന്നെ കൊണ്ടെന്ന് വെച്ച് ഇത് നിമജ്ജനം ചെയ്താൽ മാത്രമേ മോക്ഷം കിട്ടുമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. കാരണം പണ്ട് കാലങ്ങളിൽ ഉന്നത കുലങ്ങളിലുള്ള അല്ലെങ്കിൽ പൈസ ഉള്ളവരുടെ വീടുകളിൽ മാത്രമേ ഈ അഗ്നിക്കിരയാക്കുന്ന ചിതയൊരുക്കുന്ന ഒരു പരിപാടി ഉണ്ടായുള്ളൂ. മറ്റുള്ളവരെല്ലാവരും കുഴിയെത്തി കുഴിച്ചിടായിരുന്നു. പക്ഷേ അവർക്കും ഈ കർമ്മങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സത്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ മറ്റുള്ള സമുദായങ്ങളിലൊന്നും ഇതില്ല എന്ന് വിചാരിക്കേണ്ട. അപ്പോൾ അതുകൊണ്ട് 5-ൻ്റെ അന്ന് അല്ലെങ്കിൽ 7-ൻ്റെ അന്ന് 9-ൻ്റെ അന്ന് സഞ്ചയനത്തിലേക്ക് പോകാം. ഇത് കഴിഞ്ഞാൽ 10-നും 11-നും തീർക്കുന്നൊരു സമ്പ്രദായമാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, 16 രാത്രി കഴിഞ്ഞാൽ മാത്രമേ ഈ ആത്മാവ് ഈ ദേഹം വിട്ടു പോവുള്ളൂ. ദേഹം വിടുക എന്ന് പറഞ്ഞാൽ അത് സഞ്ചരിച്ചിരുന്ന എല്ലാ ശരീരങ്ങളും, അതായത് സ്വന്തം ബന്ധങ്ങളിൽ, അതേപോലെ അവരുടെ സ്ഥാപനങ്ങളിൽ, വീടുകളിൽ, സ്ഥലങ്ങളിൽ, പറമ്പുകളിലെല്ലാം അതിൻ്റെ ആ ചൈതന്യം ഉണ്ടാകും. അപ്പോൾ 16 രാത്രി കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ പൂർണ്ണത വരുള്ളൂ. അതുകൊണ്ട് നമുക്ക് 14-ൻ്റെ അന്ന് കർമ്മം നടത്തി 15-ന് തലച്ചുളിച്ച് അങ്ങനെ 16 രാത്രി കഴിഞ്ഞാൽ മാത്രമേ ഇത് പൂർണ്ണമാവുള്ളൂ. 16-ന് ശേഷം സദ്യ ഒരുക്കിയാൽ മാത്രമേ പണ്ട് കാലങ്ങളിൽ വീടുകളിലൊന്ന് ഭക്ഷണം കഴിക്കുകയുള്ളായിരുന്നു പണ്ടത്തെ ആളുകൾ. അപ്പോൾ ഇന്ന് അതൊന്നുമല്ല. ഇന്നിപ്പോൾ സഞ്ചയനം നടക്കുമ്പോൾ തന്നെ ഇവിടെ അസ്ഥി സഞ്ചയനം നടക്കുന്നു, അപ്പുറത്ത് സദ്യ നടക്കുന്നു. ആ ഒരു രീതിയാണ് ഇപ്പോൾ. അതായത് മരിച്ച വീട്ടിൽ വരുമ്പോൾ പോലും ഭക്ഷണം കഴിക്കണില്ല എന്ന് ചോദിക്കുന്ന രീതിയിലേക്ക് കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, മരിക്കുന്ന വീട്ടിലോ അല്ലെങ്കിൽ സഞ്ചയനം നടക്കുന്ന വീട്ടിലോ അല്ലെങ്കിൽ തളിച്ചു വിളിക്കുന്ന വീട്ടിലോ ഒരു നമ്മളുടെ ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള സ്വന്തക്കാരോ അല്ലെങ്കിൽ കൂട്ടുകാരൊക്കെ വരുമ്പോൾ അവർ ഭക്ഷണം കഴിച്ചില്ല എന്ന് നമ്മൾ ഒരിക്കലും അവർ നിർബന്ധിക്കേണ്ട. കാരണം അവരൊന്നും തൊട്ട് കൂട്ടാൻ തയ്യാറില്ലാത്തവരായിരിക്കും. അതുകൊണ്ട് അവർ വേണ്ടാന്ന് പറഞ്ഞാൽ ശരിയെന്നങ്ങ് പറഞ്ഞാൽ മതി. ചിലർ പറയുമ്പോൾ ഇങ്ങനെയൊക്കെ നിർബന്ധിക്കും, ഇതൊന്നും കഴിച്ചിട്ട് പോകുമെന്ന് പറയും. വേണ്ടാന്ന് പറയുമ്പോൾ പറയും, ഈ ചടങ്ങിൽ പോലും ഇങ്ങനെയൊന്നും ചോദിക്കും. അപ്പോൾ അത് അതായത് ഇത് അറിവില്ലാത്തതുകൊണ്ടാണ്.
അവർ പറയുന്നത് പെല തൊട്ട് കൂട്ടണ്ട, അവരുടെ സാന്നിധ്യം അവിടെ വന്നു, അവർ വന്നു, ആ ദുഃഖത്തിൽ അവർ പങ്കുചേർന്നു, എല്ലാ ചടങ്ങിലും പങ്കെടുത്തു. അപ്പോൾ ചിലർ നിർബന്ധപൂർവ്വം ഇത് കഴിക്കൂ അല്ലെങ്കിൽ അത് കഴിക്കുമെന്നൊന്നും ഒരിക്കലും പറയണ്ട. ഈ സഞ്ചയനം നടക്കുമ്പോൾ, ഈ സഞ്ചയനം അസ്ഥി സഞ്ചയനമൊക്കെ നടക്കുമ്പോൾ ഇത് കഴിഞ്ഞിട്ട് മാത്രമേ ഭക്ഷണം കൊടുക്കാൻ പാടുള്ളൂ. അല്ലാതെ ഇപ്പുറത്തെ ടേബിളിലെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, വന്നവർക്ക് പോകാൻ തിരക്കുള്ളതുകൊണ്ട് അവരത് കഴിച്ചോട്ടെ, ഇവിടെ നടക്കട്ടെ എന്ന് ഒരിക്കലും കഴിക്കേണ്ട. കാരണം വന്നവൻ തിന്നാൻ വേണ്ടി വരണമല്ലോ, മരണ വീട്ടിൽ തിന്നാൻ വരേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ ഇതുപോലും ഇന്നത്തെ സമൂഹത്തിന് അറിഞ്ഞുകൂടാ. നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. ഞാനിങ്ങനെ നമ്മുടെ സ്വന്തങ്ങളിലൊക്കെ മരണ വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ നടക്കുന്ന ഒരു പ്രതിഭാസമാണ് ഈ സംഭവം. അവിടെ സഞ്ചയനകർമ്മം നടന്നുകൊണ്ടിരിക്കുന്നു, ഇവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. അത് നിർബന്ധിക്കാണ് നിന്നിട്ട് ഈ സ്വന്തത്തിലുള്ളവർ തന്നെ വന്നിട്ട് കഴിച്ചിട്ട് പോകും, മറ്റേ ആൾ വേണ്ട എന്ന് പറയും. അപ്പോൾ ഈ ഞങ്ങളുടെ ഈ കർമ്മത്തിൽ പങ്കെടുക്കില്ല എന്നുള്ളൊരു രീതിയിലൊക്കെയാണ് ചോദ്യങ്ങൾ. അപ്പോൾ മനസ്സിലാക്കുക, പെല തൊട്ടുകൂടാൻ താല്പര്യമില്ലാത്തവരാണ്. കാരണം അവർക്ക് വല്ല ക്ഷേത്രത്തിലൊക്കെ പോകാനുണ്ടാവും, ചിലപ്പോൾ വല്ല പൂജയ്ക്കും കർമ്മത്തിനൊക്കെ പങ്കെടുക്കാനുണ്ടാവും. ശരിക്കും പൂജയ്ക്കൊക്കെ വ്രതം എടുക്കുന്നവർ മരണ വീട്ടിൽ പോലും പോയിക്കൂടാന്നാണ് കണക്ക്. ഞങ്ങളുടെ ഗുരുനാഥൻ ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് ജ്യോത്സ്യൻ മരണ വീട്ടിൽ പോയിക്കൂടാന്നവരാണ് പറയുന്നത്. ഇത് തന്നെ ഈ ആലപ്പുഴ സൈഡിലൊക്കെ മരണ വീട്ടിൽ ജ്യോത്സ്യം ചെന്നിരുന്നിട്ടാണ് ഈ സമയമൊക്കെ കുറിക്കുന്നത്. അപ്പോൾ അത്ര വൈരുദ്ധ്യമുണ്ട് കർമ്മങ്ങളിൽ. അപ്പോൾ അതേപോലെ തന്നെ ചിലർക്ക് പറ്റുന്ന അബദ്ധങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒരാൾ മരിച്ചു കഴിയുമ്പോൾ വരണ ആചാര്യം പറഞ്ഞ് പേടിപ്പിക്കും, ഇന്നതാണ് അതാണ് ഇതാണെന്നൊക്കെ പറയും. അപ്പോൾ ശരിക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ട് പല സമയത്തും, അതൊക്കെ നല്ല കഴിവുള്ള ഒരു ആചാര്യൻ്റെ അടുത്ത് പോയിട്ട് തന്നെ മരിച്ചതിന് വല്ല ദോഷമുണ്ടെന്നൊക്കെ നോക്കാം, ഇല്ലാത്തതിൻ്റെ പിന്നാലെ പോകേണ്ട യാതൊരു കാര്യമില്ല. കാരണം അവിട്ടം മുതൽ 5 നാൾ വസുപഞ്ചകം എന്ന് പറയുന്ന വസുപഞ്ചമിയിലാണ് മരിച്ചതെങ്കിൽ അതിന് പഞ്ചമിക്ക് പൂജ ചെയ്യണം, അല്ലെങ്കിൽ അടുത്ത ആൾ തട്ടിപ്പോകുന്നു പറഞ്ഞൊക്കെ പേടിപ്പിക്കും. നമ്മളിത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ യമരുദ്രാഹിലൊക്കെ മരിച്ചു കഴിഞ്ഞാലും പേടിപ്പിക്കും. ഇതൊന്നും പേടിക്കേണ്ട യാതൊരു കാര്യമില്ല. കാരണം ബലി ഇടുമ്പോൾ അതിൻ്റെ മുകളിൽ ആ തോർത്തിൻ്റെ ഒരു നൂലെടുത്ത് വെച്ചിട്ട് പിണ്ടനൂൽ ദോഷത്തിന് ആ പിണ്ടത്തിൻ്റെ മുകളിൽ ഒരു നൂല് വെച്ച് അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ദോഷമെല്ലാം അവിടെ തീരും. പിന്നീട് നിങ്ങൾക്ക് വസുപഞ്ചകത്തിൽ മരിച്ചാൽ നക്ഷത്ര ദോഷങ്ങൾ ആവാഴ്ച കളയുന്നൊരു ചടങ്ങുണ്ട്. അത് 16 രാത്രിക്ക് ശേഷം ഒരു ചെറിയ ഹ്രസ്വമായ ഒരു പൂജയിലൂടെ ചെറിയൊരു എമൗണ്ട് മാത്രം കൊടുത്ത് ചെയ്യുന്ന ഒരു കർമ്മമാണ്. അതിന് താല്പര്യമില്ലാത്തവർക്ക് ശിവക്ഷേത്രത്തിൽ അതിൻ്റെ വഴിപാട്, മരിച്ച പിതൃവിന് പിതൃനമസ്കാരവും അതിൻ്റെ ശേഷം കിട്ടിയ ആളുടെ പേരിൽ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുടെ പേരിൽ ധാര, കൂളപുഷ്പാഞ്ജലി, പിൻവിളക്ക്, വെള്ള നിവേദ്യം, ഇങ്ങനെയുള്ളതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് മാറിപ്പോകുന്ന ഒരു കാര്യമാണ്. അതേപോലെ പഞ്ചമിയിൽ മരിച്ചാൽ 5 മരണം ഉണ്ടാകുന്ന പേടിക്കേണ്ട. നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, പഞ്ചമിയിൽ മരിക്കുമ്പോൾ മരിക്കുന്ന സമയത്തിൻ്റെ അഷ്ടമത്തിൽ ചന്ദ്രൻ രാഹുവിനോടൊപ്പം വന്നാൽ മാത്രമേ ഈ അനിഷ്ടം സംഭവിക്കുകയുള്ളൂ. അത് അത്ര കണ്ട് ദുഷ്ട ചെയ്യുന്ന ഒരു കുടുംബത്തിൽ ഇങ്ങനെ സംഭവിക്കുകയുള്ളൂ. അല്ലാത്ത സംഭവങ്ങളിലൊന്നും പഞ്ചമിയിൽ മരിച്ചെന്ന് പേടിക്കേണ്ട. ഇതേപോലെ പഞ്ചമി ദോഷം സിമ്പിളായിട്ട് കളയാം. അങ്ങനെ കളയാൻ കഴിവില്ലാത്തവരാണെങ്കിൽ ശിവക്ഷേത്രത്തിൽ അതിൻ്റെ പരിഹാരം ചെയ്താൽ മതി. 16 രാത്രിക്ക് ശേഷം ശിവക്ഷേത്രത്തിൽ മരിച്ച പിതൃവിന് പിതൃനമസ്കാരം നടത്താം. അതേപോലെ ശേഷം കിട്ടിയ ആൾക്കോ കുടുംബാംഗങ്ങളുടെ പേരിലോ ധാര, കൂളപുഷ്പാഞ്ജലി, പിൻവിളക്ക്, വെള്ളം നിവേദ്യം ഇങ്ങനെയൊക്കെ നടത്തി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് തീരുന്നതാണ്. ഈ മരണകർമ്മങ്ങളെല്ലാം ചിന്തിക്കുക. ഒരിക്കലും വലിയൊരു സംഖ്യ കൊടുത്ത് മരണകർമ്മത്തിനൊന്നും പൂജയുടെ ആവശ്യമില്ല. നമ്മളിത് പറയാൻ കാരണം നിങ്ങളെപ്പോഴും മനസ്സിലാക്കുക, യുക്തിയുള്ള യുക്തിവാദികൾക്കൊക്കെ ഇവിടെ വരാം. കാരണം ഇവിടെയാണ് യുക്തി പ്രയോഗിക്കേണ്ടത്. കാരണം മരിച്ചു കഴിഞ്ഞ ഒരാൾക്ക് പിന്നെ എന്ത് പൂജ ഉള്ളത്? നമ്മൾ മുമ്പ് ഒരു എപ്പിസോഡിൽ ചോദിച്ചിട്ടുണ്ട്, മരിച്ച ആൾക്ക് പിന്നെ ചികിത്സിക്കേണ്ട ആവശ്യമുണ്ടോ? അയാൾക്ക് നമ്മൾ ജീവിച്ചിരിക്കുന്ന ഒരാൾക്കാണ് പൂജയും കർമ്മമൊക്കെ, അല്ലാതെ മരിച്ചവർക്ക് വേറെ എന്ത് പൂജ? അത് തന്നെ സായുജ പൂജ കൊണ്ട് ഇരുത്തണം കിടത്തണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നത് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാനും ഈ സായുജ പൂജയൊക്കെ എൻ്റെ മാതാവ് മരിച്ചു പോയിട്ടുള്ളതാണ്, ഞാൻ ഈ സായുജ പൂജയൊക്കെ നടത്തിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, അല്ലാതെ വെറുതെ ഇരുന്ന് പറയുന്നതല്ല. അത് ആ പൈസ പോവാതല്ലാതെ കണ്ട് വേറൊരു ഗുണം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ളതൊക്കെ വന്നു കഴിഞ്ഞിട്ട് പിന്നീടാണ് മനസ്സിലായി ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല, ആ പൈസ വെറുതെ പോയതല്ലാതെ കണ്ട് യാതൊരു ഗുണമില്ല. നമ്മളത് അനുഭവിച്ചൊരാളെ പറയുന്നത്, അല്ലാതെ വെറുതെ ഇരുന്നിട്ട് സായുജ പൂജ തട്ടിപ്പെന്ന് അങ്ങേര് പറഞ്ഞു എനിക്ക് കുനിഷ്ടമൊന്നും ആയിട്ടല്ല. കാരണം ഞാനിത് അനുഭവിച്ചു, സായുജ പൂജയൊക്കെ നടത്തി നോക്കി, പക്ഷേ യാതൊരു ഗുണം ഉണ്ടായില്ല. താഴേക്ക് പോകുന്നതല്ലാണ്ട് മുകളിലേക്ക് വരുന്നില്ല. പിന്നീട് അതിൻ്റെ കൃത്യമായിട്ട് ബലിയൊക്കെ കൃത്യമായിട്ട് ചെയ്തപ്പോഴാണ് അതിൽ നിന്ന് റിവേഴ്സ് ആവാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യങ്ങളും വെറുതെ ഇരുന്ന് വായ തോന്നണ കോതയ്ക്ക് പാടണ പോലെ പറയുന്നതല്ല. ഇതെല്ലാം ചെയ്തു നോക്കി അതിൻ്റെ ഗുണം അനുഭവിച്ചിട്ടാണ് പറയുന്നത്. പല ആചാര്യന്മാരും ഈ പല കാര്യങ്ങളും ചെയ്തെന്ന് നോക്കിയാണ്ടാവില്ല. നമ്മളിത് ചെയ്തു നോക്കിയിട്ടുണ്ട്. അപ്പോൾ ചെയ്തു നോക്കി അതിൻ്റെ റിസൾട്ട് അനുഭവിക്കുന്ന ഒരാൾ തന്നെ പറയുന്നത്, അല്ലാതെ വെറുതെ ഇരുന്നിട്ട് ഒരു കാര്യം പറയേണ്ട കാര്യമില്ല. ഒരു വാഹനം ഓടിക്കുന്ന ഡ്രൈവർക്കായിരിക്കും കൃത്യമായിട്ട് ആ വാഹനത്തിൻ്റെ കംപ്ലയിൻ്റ് അറിയാൻ പറ്റുള്ളൂ. കാരണം അയാൾക്ക് ഓടിക്കുമ്പോൾ മനസ്സിലാവും എന്താണെന്നുള്ളത്. അതേപോലെ തന്നെയാണ് നമ്മളിത് അനുഭവിച്ച ഒരാൾക്കാണ് അനുഭവിക്കുന്ന കൂടെ കിടക്കുന്ന ആൾക്കേ രാപ്പിനെ അറിയാൻ പറ്റുള്ളൂ, അല്ലാത്തൊരു രാപ്പിനെ അറിയണം എങ്ങനെയാണ്? അപ്പോൾ അതേപോലെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയുമ്പോൾ ഈ പറയുന്ന ആചാര്യൻ വെറുതെ ഭ്രാന്തായിട്ട് പറയാമെന്ന് ധരിക്കേണ്ട. നമ്മൾ ഈ സായുജ പൂജ ഇതെല്ലാം ഞാൻ നടത്തിയിട്ടുള്ളതാണ്. കാരണം എൻ്റെ മാതാവ് മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ എനിക്കും ഈ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ട് നേരിട്ട കാലങ്ങളിൽ ഇതേപോലെ ജ്യോത്സ്യന്മാരൊക്കെ പിന്നാലെ പോയപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ സായുജ്യം കൊടുക്കണം, അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞു. സായുജ്യമൊക്കെ കൊടുത്ത് നോക്കി. പിന്നെ 12 മാസം അടുപ്പിച്ച് ബലിയിടാൻ ഇതെല്ലാം ചെയ്ത് നോക്കിയിട്ട് പ്രത്യേകിച്ച് ഗുണമുണ്ടായില്ല. അതേ സമയത്ത് പ്രായശ്ചിത്തമായിട്ട് മരിച്ച നാളിന് ആണ്ടിന് ബലിയിട്ട് കർമ്മത്തിലേക്ക് വന്നപ്പോഴാണ് അതിൻ്റെ റിവേഴ്സായത്. അപ്പോൾ നമ്മൾ പറയുന്ന പല കാര്യങ്ങളും ഇതെല്ലാം സ്വന്തം അനുഭവങ്ങൾ കൂടെ ഉണ്ട്. അതേപോലെ നമ്മളുടെ ആചാര്യന് ഒരു ഗുണം ഉണ്ടായിരുന്നു. എന്തൊരു കാര്യത്തെക്കുറിച്ച് സംശയം ചോദിച്ചാലും
അദ്ദേഹം അതിന് മറുപടി തരുമായിരുന്നു. അതേപോലെ അറിയില്ലെങ്കിൽ പോലും പിന്നീട് അന്വേഷിച്ചിട്ട് നമുക്ക് പിന്നീട് ഒരു സമയത്ത് അതിൻ്റെ മറുപടി തരുമായിരുന്നു. അപ്പോൾ അത്ര കഴിവുള്ള മിടുക്കനായ ഒരു ആചാര്യനായിരുന്നു. അല്ലാതെ കണ്ട് വെറുതെ എന്തോ ഒരു കുബുദ്ധി പഠിപ്പിച്ച ഒരു ആചാര്യനല്ല. പിന്നെ എന്താ പറ്റിയെന്ന് വെച്ചാൽ ആചാര്യൻ്റെ പിന്നാലെ പോയ ശിഷ്യന്മാർക്ക് ചിലപ്പോൾ ആചാര്യന് അത്ര അങ്ങോട്ട് ബോധ്യം വന്നിട്ടുണ്ടാവില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ മുമ്പൊരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ കൂടെ സീനിയറായിട്ടൊക്കെ ഇരുന്ന ഒരു ആചാര്യൻ ഒരു പ്രാവശ്യം എൻ്റെ അടുത്ത് ചോദിച്ചു, വീടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു, പക്ഷേ താമസം തുടങ്ങിയിട്ടൊന്നും ജീവിതം ഒരു സുഖമാവണില്ല, എന്താ കാരണം എന്ന് ചോദിച്ചു. ഞാൻ ഉടനെ അടുക്കള ഏത് ഭാഗത്താണെന്ന് ചോദിച്ചു, തെക്കിഴക്കാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളുടെ ആചാര്യം വടക്കിഴക്ക് മാത്രമല്ലേ പറഞ്ഞുള്ളൂ, എന്തുകൊണ്ട് താങ്കൾ അത് ചെയ്തില്ല എന്ന് ചോദിച്ചപ്പോൾ ഉടനെ പറഞ്ഞൊരു കാര്യം ബുക്കുകളിൽ കണ്ടു. അപ്പോൾ ആചാര്യം പഠിപ്പിച്ചവിടെ പോയി. അപ്പോൾ അതാണ്. അപ്പോൾ ജ്യോത്സ്യന് പോലും ഈ ഗുരുക്കന്മാർ പറഞ്ഞു കൊടുത്താൽ അത് കൃത്യമായിട്ട് പ്രയോഗിക്കാൻ സാധിക്കാതെ പോകുന്നു. അപ്പോൾ പിന്നെ സാധാരണക്കാരുടെ കാര്യം പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കിട്ടുന്ന അറിവുകൾ ഈ അറിവുകളായിട്ട് തന്നെ ഉപയോഗിച്ച് നല്ല രീതിയിൽ നമ്മുടെ ജീവിതം നമുക്കായിട്ട് മാത്രം കൊണ്ടുപോകണമെന്ന് മാത്രമേ എനിക്ക് ഉപദേശിക്കാൻ സാധിക്കുകയുള്ളൂ. പ്രേക്ഷകരുടെ സംശയങ്ങൾ കത്തുകളായി ഞങ്ങൾക്ക് അയയ്ക്കുക. ടെലിഫോണിലൂടെയുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകുന്നതല്ല. അതിനാൽ കത്തുകൾ അയയ്ക്കുക. കത്തുകൾ അയക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ലേഡീസ് അവർ, കൗമുദി TV, പേട്ട, തിരുവനന്തപുരം.